Hello everyone, welcome to Eileen IAS Ignite Foundation Daily Newspaper Analysis. അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒക്ടോബർ 18 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. എല്ലാ പ്രാവശ്യത്തെ പോലെ ഹിന്ദുവിലെയും ഇന്ത്യൻ എക്സ്പ്രസ്സിലെയും ന്യൂസസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വേഗം നമ്മുടെ ന്യൂസുകളിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യയുടെ IMEC എന്ന് പറഞ്ഞൊരു കണക്റ്റിംഗ് പ്രൊജക്റ്റ് ഉണ്ട്. IMECനെ കുറിച്ച് ഒരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ന്യൂസും ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്പ്ലെയിനിൽ ഉണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ്സിലെ എക്സ്പ്ലെയിനിൽ എബൌട്ട് റൈസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽസിനെ കുറിച്ചൊരു എക്സ്പ്ലെയിൻ വന്നിട്ടുണ്ട്, അത് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ എഡിറ്റോറിയൽ എബൌട്ട് റോഡ് ടു ജെൻഡർ ഇക്വിറ്റി ഇൻ കോഡ്സിനെ കുറിച്ചിട്ടുള്ളൊരു ഓപ്പൺ എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് ലെജിസ്ലേഷൻ ഫോർ കാസ്റ്റ് ക്രൈംസിന് വേണ്ടിയിട്ട് ഒരു പാനൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ തേജസ് MK1A ആൻഡ് നെറ്റ് സീറോ കാർബൺ സ്റ്റാറ്റസിനെ കുറിച്ചുള്ള ന്യൂസസ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ന്യൂസസിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ന്യൂസ് നമുക്ക് നോക്കാനുള്ളത് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എടുത്തിരിക്കുന്നത് ഈ ഒരു ന്യൂസ് വന്നതുകൊണ്ടാണ്. അതായത് നമ്മുടെ ഈജിപ്ഷ്യൻ ഫിനാൻസ് മിനിസ്റ്റർ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്, ഫോറിൻ മിനിസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ടോക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടോക്കിൽ ഈജിപ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞത് ഈജിപ്റ്റ് ഏത് തരത്തിലുള്ള ഇന്റർ കണക്ടിവിറ്റി പ്രോജക്റ്റിനും ഭാഗമാവാനായിട്ട് അവർ റെഡിയാണ്. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സൂയസ് കനാൽ എക്കണോമിക് സോൺ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അതിനകത്ത് ആരൊക്കെയാണ്? റഷ്യ, ചൈന, അതുപോലെ തന്നെ അതർ കൺട്രീസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഭാഗമാവാനായിട്ട് ഇന്ത്യനെയും അദ്ദേഹം ഇതിനകത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ IMEC എന്ന് പറയുന്ന ഇന്ത്യൻ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ആണ് IMEC എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പരാമർശം എന്ന് പറയുന്നത് IMEC നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ, അതിനകത്തൊരു പ്രോഗ്രസ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പലസ്തീൻ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആ ഒരു പലസ്തീൻ ഇസ്രയേൽ ഇഷ്യൂ കാരണമാണ് ഇത്രയും കാലമായിട്ട് നമ്മുടെ IMECയുടെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ മുടങ്ങിയിരുന്നത്. അപ്പോൾ ഇത് ഡിപ്പെൻഡ് അപ്പോൺ ആ ഒരു ക്രൈസിസ് ആണ്. കാരണം ഇപ്പോൾ നടക്കുന്ന ഒരു പീസ് സമ്മിറ്റ് എത്ര കാലം നിലനിൽക്കും, അല്ലെങ്കിൽ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവുമോ എന്നൊന്നും നമുക്കറിയില്ല, കാരണം ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് അനുസരിച്ചിട്ടാണ് IMECയുടെ ഭാവി എന്നാണ് ഈജിപ്ഷ്യൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ടോക്കിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അതിനകത്ത് ഇന്ത്യ, ഈജിപ്റ്റ് ഹാവ് കമ്മിറ്റഡ് ടു ഡബിളിംഗ് ബയലാറ്ററൽ ട്രേഡ് ഫ്രം പ്രസന്റ് ലെവൽ, അതായത് 5 ബില്യൺ with particular potential in the areas of chemical, minerals, pharmaceuticals, phosphates, digital technology, artificial intelligence and renewable energy. അപ്പോൾ ഇവർ എടുത്ത് പറയുന്ന കാര്യം എന്തായിരുന്നു? IMECനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ IMEC എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതാണ് നമ്മുടെ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ IMEC റിലേറ്റഡ് മിനിഞ്ഞെന്ന് ഹിന്ദുവിൽ വന്നിട്ടുള്ളൊരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് ആണ് ദ ഫ്യൂച്ചർ ഓഫ് IMEC എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആർട്ടിക്കിളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ IMEC എന്താണ്? ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ എക്കണോമിക് കോറിഡോർ ആണ് IMEC. അതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ G20 ഡൽഹിയിൽ വെച്ച് നടന്ന G20യിലാണ് IMECയുടെ നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഒരു കണക്ടിവിറ്റി പ്രോജക്റ്റ് ആണ്. ദ കണക്ടിവിറ്റി പ്രോജക്റ്റ് സീക്സ് ടു ഡെവലപ്പ് സീംലെസ് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ports, railways, road, sea lines and pipeline to enhance trade among India, Arabian Peninsula, അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ റീജിയൻ ആൻഡ് യൂറോപ്പ്. 2023 G20 ഡൽഹിയിൽ വെച്ചിട്ടാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. അതിനകത്ത് വെച്ചിട്ട് എന്താണ്? മെമ്മോറാണ്ടം MOU സൈൻ ചെയ്തിട്ടുണ്ട് ബിറ്റ്വീൻ ഇന്ത്യ, യൂറോപ്പ്, അതുപോലെ തന്നെ 7 കൺട്രീസ്. ഇന്ത്യ, US, സൗദി അറേബ്യ, UAE, ഫ്രാൻസ്, ജർമ്മനി, അതുപോലെ തന്നെ ഇറ്റലി. ഇങ്ങനെ 7 കൺട്രീസ് ആണ് ഇതിൻ്റെ MOUs സൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ്? 2 കോറിഡോർസ് ഉണ്ട്. അതായത് ഒന്ന് ഈസ്റ്റേൺ കോറിഡോർ എന്ന് പറയുന്നത്, അതായത് ഇന്ത്യ ടു ഗൾഫ് വരെയുള്ള, അറേബ്യൻ ഗൾഫ് വരെയുള്ള റീജിയനാണ് നമ്മൾ ഈസ്റ്റേൺ കോറിഡോർ എന്ന് പറയുന്നത്. ദെൻ നോർത്തേൺ കോറിഡോറാണ് ഇന്ത്യ ടു ഗൾഫ് കഴിഞ്ഞ് ഗൾഫ് ടു യൂറോപ്പ് വരുന്ന ഭാഗത്തിനാണ് നമ്മൾ നോർത്തേൺ ഗൾഫ് കോറിഡോർ എന്ന് പറയുന്നത്. IMECക്ക് 2 കോറിഡോർസ് ആണ് ഉള്ളത്.
അപ്പൊ ഇതാണ് എന്ത് ചെയ്യാം, ഇത് ഓൾസോ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ബൈ പാർട്ണർഷിപ്പ് ഫോർ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ US ലീഡ് ഇനീഷ്യേറ്റീവ് ടു ബ്രിഡ്ജ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പിംഗ് കൺട്രീസ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതാണ് IMECനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് IMEC അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ടിവിറ്റി കോറിഡോർസിൻ്റെ അല്ലെങ്കിൽ കണക്ടിവിറ്റിയുടെ ആവശ്യം എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കണ്ടതാണ് US താരിഫ് ഇഷ്യൂസ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈസ് ഇൻക്രീസിങ് താരിഫ് ഡേ ബൈ ഡേ. അപ്പോൾ ആ ഒരു താരിഫ് പ്രശ്നങ്ങളും നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഭാവിയിൽ എന്താണ്, ഇങ്ങനൊരു എക്കണോമിക് കോറിഡോർസ് അല്ലെങ്കിൽ എക്കണോമിക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് മറ്റു കൺട്രീസിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതായത് US ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒബ്വിയസ്ലി യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡ് നമ്മുടെ കൂട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് ഈ പറയുന്ന IMEC എന്ന് പറയുന്നത് നമുക്ക് വളരെ റെലവൻ്റ് ആണ്. IMEC എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വിത്തൗട്ട് US നമുക്ക് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടും അവിടുത്തെ ട്രേഡ് നമുക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്കുള്ളൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രസ് ആണ് നമ്മുടെ ഈ IMEC എന്ന് പറയുന്നത്, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ കോറിഡോർ എന്ന് പറയുന്നത്. IMEC വിഷ്വലൈസസ് അപ്ഗ്രേഡേഷൻ ഓഫ് മാരിടൈം കണക്ടിവിറ്റി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് അറേബ്യൻ പെനിസുല ആസ് വെൽ ആസ് ഹൈ സ്പീഡ് ട്രെയിൻ റണ്ണിംഗ് ഫ്രം ports in UAE to Haifa ports in Israel through Saudi Arabia and Jordan. കാരണം ഇത് സൗദി അറേബ്യയിലേക്കും അതുവഴി ജോർദാൻ അങ്ങനെ യൂറോപ്യൻ കൺട്രീസിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഈ പറയുന്ന ചൈന വഴി അല്ലെങ്കിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ആ ഒരു രീതി വഴിയുള്ള ട്രാൻസ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനും പറ്റുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് യൂറോപ്പിലോട്ട് ട്രേഡ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ ഗുഡ്സ് ട്രാൻസ്പോർട്ടഡ് ഓൺ ദീസ് നെറ്റ്വർക്ക് വുഡ് ബി ഷിപ്പ് ടു ആൻഡ് ഫ്രം യൂറോപ്യൻ കൺട്രീസ്. അഡീഷണലി IMEC സീക്സ് ടു ബിൽഡ് എ ക്ലീൻ ഹൈഡ്രജൻ പൈപ്പ് ലൈൻ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കേബിൾ, ഹൈ സ്പീഡ് അണ്ടർസീ ഡിജിറ്റൽ കേബിൾ, കൺസോളിഡേറ്റിംഗ് എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് പോർട്ട്, ഇതൊക്കെ എന്താണ് ഈ IMECയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഈ IMEC എന്ന് പറയുന്നത് ആവശ്യം ആണ്. അപ്പോൾ നമ്മൾ IMEC 2023 സ്റ്റാർട്ട് ചെയ്യുന്നത്. G20 ഡൽഹിയിൽ വെച്ചാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും MOU സൈൻ ചെയ്യുന്നതും. പക്ഷെ അവിടുത്തെ മെയിൻ ഹിൻട്രൻസ് എന്തായിരുന്നു, ഒക്ടോബർ 7 മുതൽ ഹമാസ് അറ്റാക്ക് തുടങ്ങി, പലസ്തീനിയൻ ഇഷ്യൂസ് തുടങ്ങി, ഇത്രയും കാലം ഈ ഒരു ക്രൈസിസ് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതാണ് IMECയുടെ പ്രോഗ്രസ്സിന് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് ഒരു ഹിൻഡറൻസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. ദെൻ മെഡിറ്ററേനിയൻ കൺസേൺസ് എന്ന് പറയുന്നത്, ദെൻ ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ആർട്ടിക് വഴിയുള്ള ട്രാൻസ്പോർട്ടൊക്കെ മെച്ചപ്പെടാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ആർട്ടിക് വഴി നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ടേഷൻ നടത്താനായിട്ട് പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ട് നമ്മുടെ മെഡിറ്ററേനിയൻ കൺട്രീസിന് ഹെൽപ്ഫുൾ ആവുന്നു. അപ്പോൾ ആ വഴി നമുക്ക് എന്താ ട്രാൻസ്പോർട്ടേഷൻ നടത്താനും ആ ഒരു കണക്ടിവിറ്റി നമുക്ക് IMEC വഴി സ്ട്രോങ് ആക്കാനും പറ്റുന്നതാണ്. ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് വരുന്നത്, ഈ ആർട്ടിക് ക്ലൈമറ്റ് ചേഞ്ച് ബെനിഫിറ്റ് വരുന്നത് റഷ്യ, USA, ചൈന, അതുപോലെ തന്നെ നോർത്തേൺ യൂറോപ്യൻ നേഷൻസ് ആണ്. ഇതെന്താണ്, ഇറ്റ് ഈസ് നൗ പോസിബിൾ ടു ട്രാൻസ്പോർട്ട് മോർ ഗുഡ്സ് ത്രൂ ആർട്ടിക്, സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസിങ് ട്രാൻസ്പോർട്ടിംഗ് ടൈം ആൻഡ് അസോസിയേറ്റഡ് കോസ്റ്റ്. IMECയുടെ യൂറോപ്യൻ സിഗ്നറ്ററീസ്, അതായത് ഫ്രാൻസിനാണ് മെഡിറ്ററേനിയനും അതുപോലെ തന്നെ ഈ കോസ്റ്റ് ലൈൻസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റലിക്കും ഓൺലി മെഡിറ്ററേനിയൻ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റലി ആൻഡ് മെഡിറ്ററേനിയൻ കൺട്രീസ് വ്യൂ ദ IMEC ആസ് എ വിറ്റൽ പ്ലാറ്റ്ഫോം ടു പ്രിസർവ് ദർ ഇൻഫ്ലുവൻസ് ഇൻ മാരിടൈം. അതുപോലെ തന്നെ ഇന്ത്യക്കും ഇതെന്താണ്, നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ accessing European market through Mediterranean route will continue to be important. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്, അതുപോലെ തന്നെ ട്രേഡ് സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള യൂറോപ്യൻ ആയിട്ടുള്ള ട്രേഡ് സിഗ്നിഫിക്കൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ബിക്കോസ് US ഇഷ്യൂസൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ മറ്റ് ഇമ്പോർട്ടൻസ് എന്താണ്, IMEC ആയിട്ടുള്ള ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് റീസെൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, സീ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കണക്ടിവിറ്റീസ് പ്രോഗ്രാംസുകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ ഹൗത്തി ഡിസ്റപ്ഷൻ ഇൻ റെഡ് സീ trade has prompted considerable trade go around Cape of Good Hope in South Africa, increasing time and cost of transportation goods. It is also till too early to determine if Gaza peace plan hold into long run. അതായത് ഇപ്പോൾ നമ്മുടെ ഗാസ പീസ് പ്ലാൻ എന്ന് പറയുന്നത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അത് ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ ആണ്. അതെന്താണ്, അതും നമുക്ക് ഈ ഒരു IMECയുടെ ഇമ്പോർട്ടൻസ് കൂടുതലാവുമെന്ന് പറയാനായിട്ട് പറ്റും.
അതുപോലെ തന്നെ എന്താണ് ഇന്നോവേറ്റീവ് അപ്രോച്ചസ് ടു അഡാപ്റ്റ് ചേഞ്ചിങ് ജിയോപൊളിറ്റിക്കൽ ഡൈനാമിക്സ് വിച്ച് ഇന്ത്യ ആൻഡ് അറബ് കൺട്രീസ് ഷുഡ് ലിവറേജ്. അതുകൊണ്ടും നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ അറബിക് കൺട്രീസുമായിട്ടുള്ള ടൈസ് സ്ട്രോങ് ആക്കി വെക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം ആ ഒരു കൺട്രീസുമായിട്ടുള്ള സ്ട്രോങ്നെസ് ഉണ്ടാവുന്ന സമയത്ത് എന്താണ്, അങ്ങനെ വരുന്ന സമയത്ത് പാകിസ്ഥാൻ അവരുമായിട്ടുള്ള അലൈ ഫോം ചെയ്യുന്നത് കുറയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അറബ് കൺട്രീസുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇത് കൊണ്ടുപോകേണ്ടത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റത്തെ ന്യൂസിൽ നോക്കുന്നത്. ദെൻ സെക്കൻഡ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ എക്സ്പ്ലെയിനിൽ വന്നിട്ടുള്ളതാണ് അബൌട്ട് റൈസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽസ്. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽസ് ഒക്കെ എന്താണ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് വന്നിരിക്കുന്ന സ്റ്റഡി, അതായത് വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ WMOന്റെ റീസെൻറ്റ് സ്റ്റഡിയിൽ പറഞ്ഞിരിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് ഇൻക്രീസ്ഡ് ബിറ്റ്വീൻ 2023 ആൻഡ് 2024 പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽസിനേക്കാളും കൂടുതൽ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു ഗ്രാഫിൽ നിന്ന് തന്നെ എത്രമാത്രം കോൺസെൻട്രേഷൻ കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ ആവറേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ നിയർ എർത്ത് സർഫസ് റീച്ച്ഡ് 423.9 പാർട്സ് പെർ മില്യൺ ഇൻ 2024. അതായത് 3.5 ppm ഹയർ ഇൻ 2023. ഓരോ വർഷം ചെല്ലുന്തോറും എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് കൂടിയാണ് വരുന്നത്. അതുപോലെ തന്നെ 2024 ഏറ്റവും വാമസ്റ്റ് ആയിട്ടുള്ള ഇയർ റെക്കോർഡഡ് ആഫ്റ്റർ പ്രീ ഇൻഡസ്ട്രിയൽ ഗ്ലോബൽ ടൈംസ് എന്ന് പറയുന്നത്. അതായത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത്രയും ടെമ്പറേച്ചർ വരുന്നത് ഈ ഒരു ടൈമിലാണ്. ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ ഈ കൂടുന്നത് എന്താണ് നമുക്ക് പറയാനായിട്ട് പറ്റും, നമ്മുടെ ക്ലൈമറ്റ് ട്രീറ്റീസിൻ്റെ പ്രോട്ടോകോൾസിൻ്റെ ഒക്കെ ഒരു ഫെയിലിയർ ആയതുകൊണ്ടാണ് ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻസ് കൂടുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് 14 ഇയേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസിന് എന്താണ് ഡിക്ലൈൻ ഒന്നും ഉണ്ടാവുന്നില്ല, അത് കൂടിക്കൊണ്ട് തന്നെയായിരിക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ളൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനാണ്. ഇത് എമിഷൻ വരുന്നതിന് 2 കാരണമുണ്ട്, നാച്ചുറൽ ഉണ്ട്, മാൻമെയ്ഡ് ഉണ്ട്. നാച്ചുറൽ കാരണങ്ങൾ എന്ന് പറയുന്നത് റെസ്പിറേഷൻ, ഓഷ്യൻ റിലീസ്, വോൾക്കാനോ ഇറപ്ഷൻസ്, വൈൽഡ് ഫയേഴ്സ്, ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ആർ നിയർലി ഓൾ അബ്സോർബ്ഡ് ബാക്ക് ഇൻ ദ നാച്ചുറൽ പ്രോസസ് ലൈക്ക് ഫോട്ടോസിന്തസിസ്, ഓഷ്യൻ ലാൻഡിങ്സ് ആൻഡ് മെയിൻറ്റെയിനിങ് ബാലൻസ്. അതുപോലെ തന്നെ ഹാഫ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് വരുന്നത്, മാൻമെയ്ഡ് ആണ്, മെയിൻലി ഫ്രം ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, അതുപോലെ തന്നെ അതർ നമ്മുടെ പ്രോഗ്രാംസ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് കൂടുന്നു. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് പോലെ തന്നെ അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്. ഏതൊക്കെയാണ്, മീഥെയിൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ഇത് അറ്റ്മോസ്ഫിയറിൽ കുറേ കാലം ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. ആ സമയം ഏറ്റവും പെട്ടെന്ന് പോകുന്നതാണ് നമ്മുടെ മീഥെയിൻ എന്ന് പറയുന്നത്. CH4 ഈസ് ഷോർട്ട് ലിവ്ഡ്. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ വളരെ കുറച്ച് കാലം മാത്രമേ നിൽക്കുന്നുള്ളൂ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസിനായിട്ടുള്ള മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ മാൻ മെയ്ഡ് കാര്യങ്ങളാണ് അതിനായിട്ടുള്ള മെയിൻ ആയിട്ട് വരുന്നത്. നമ്മുടെ ഫോസിൽ ഫ്യൂവൽ ബേണിങ് കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഓഷ്യൻസും ലാൻഡ് ഫോറസ്റ്റ് ഇതൊക്കെ എന്താണ് നശിപ്പിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇതെന്താണ് കാർബൺ സിങ്കുകളാണ്, ഓഷ്യൻ ലാൻഡ് സിങ്സ് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ കുറയുന്നു. അപ്പോൾ കാർബൺ ക്യാപ്ചറിങ് നടക്കുന്നില്ല, കാർബൺ ക്യാപ്ചറിങ് മെക്കാനിസം ഇവിടെ കുറയുന്നു. അതുപോലെ തന്നെ reduced capability of natural sink in oceans and land lead to low absorb carbon to level is global warming itself. ഹയർ കോൺസെൻട്രേഷൻ എന്താവുന്നു, ഡിക്രീസ്ഡ് സോലുബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ തന്നെ എക്സ്ട്രീം ഡ്രോട്ട്, നല്ല വരൾച്ച ഉണ്ടാവുന്നത് മൂലം ഫോറസ്റ്റും വെജിറ്റേഷനും ഇതൊക്കെ എന്താണ് നശിച്ചു പോകുന്നു, കുറയുന്നു. അപ്പോൾ എന്താണ് കാർബൺ സിങ്ക് കുറയുന്നു, കാർബൺ ക്യാപ്ചറൈസേഷൻ കുറവാണ് നടക്കുന്നത്. അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ കോൺസെൻട്രേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നത് കൊണ്ടുള്ള ചലഞ്ചസ് ആണ് പറയുന്നത്. അതെന്താണ്, നമുക്ക് ഫേസ്ഡ് റാപ്പിഡ് അക്യുമുലേഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ അറ്റ്മോസ്ഫിയർ, അതുവഴി ഗ്ലോബൽ വാർമിംഗ് കൂടുന്നു. ദെൻ സ്നോ മെൽറ്റിംഗ് ഉണ്ടാവുന്നു, അതുപോലെ തന്നെ ഓഷ്യൻ അസിഡിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. ദെൻ നാച്ചുറൽ പ്രോസസ് ഓൾസോ ഗെറ്റിംഗ് ഡീസ്റ്റെബിലൈസ്ഡ് അണ്ടർ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് റിസൾട്ടിങ് ഇൻ ഗ്രേറ്റർ അക്യുമുലേഷൻ ഓഫ് ഗ്യാസസ്. അതുപോലെ തന്നെ ഗ്ലോബൽ എമിഷൻസ് ആർ സ്റ്റിൽ അറൈസ്. ഇതിനൊക്കെ എന്താ കാരണം, നമ്മൾ 10 വർഷമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഈ പറയുന്ന പാരീസ് എഗ്രിമെൻ്റ് ഒന്നും അത്രയ്ക്കും
കറക്റ്റ് അല്ല, അതിൻ്റെ അകത്തെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കുന്നില്ല, എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ്സ് ഒന്നും കൃത്യമായിട്ട് മീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് ഒക്കെ കൂടുവാണ് എന്നാണ് ഈ ഒരു ഇതിനകത്ത് പറയുന്നത്. ഞാനിത് വേഗം എടുത്തു പോകാനായിട്ട് കാരണം വളരെ ചെറിയൊരു ഇതാണ്, വായിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ എപ്പോഴും കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് കാര്യങ്ങൾ. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഡാറ്റാസ് ഒക്കെ ഒന്ന് എഴുതി വെക്കാനായിട്ട് നോക്കുക, കാരണം നമുക്ക് എക്സാമിന് ആവശ്യം വരുന്നതാണ്. നമുക്കൊരു എസ്സേയോ അല്ലെങ്കിൽ നമുക്ക് മെയിൻസ് ആൻസർ എഴുതുന്ന സമയത്ത് EW എമൗണ്ട് ഇത് വെച്ചിട്ട് ഇത്ര പെർസെൻറ്റേജ് കൂടിയെന്നൊക്കെ നമുക്ക് ഈ ഒരു ഡാറ്റ ഉപയോഗിക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു ഒപ്പഡാണ്, ദ റോഡ് ടു ജെൻഡർ ഇക്വിറ്റി ഇൻ കോഡ്സിലെ വുമൻ സംവരണം റിസർവേഷനെ കുറിച്ച് വന്നിട്ടുള്ളൊരു ഒപ്പീനിയനാണ്. അതായത് നമ്മൾ ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് 2025 പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് 40% ഓഫ് വുമൻസ് മാത്രമാണ് ഹൈക്കോടതിയിലുള്ളത്. അതുപോലെ തന്നെ 3.1% മാത്രമാണ് സുപ്രീം കോടതിയിലുള്ള വ്യൂമൻസ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അതായത് വുമൺ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഒബ്വിയസ്ലി ഇൻ ഇന്ത്യൻ ജുഡീഷ്യറി സിസ്റ്റംസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 34 ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ടിൽ ഓൺലി 1 വുമൺ ജഡ്ജ് മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു വിമൻസ് റിസർവേഷൻ കുറവ് നമുക്കിവിടെ നമ്മുടെ സുപ്രീം കോടതി അല്ലെങ്കിൽ ജുഡീഷ്യറിയിൽ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദിസ് സ്റ്റാക്ക് ഡെഫിഷ്യൻസി ഹാസ് ബീൻ ഫ്ലാഗ്ഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് സെവറൽ ജഡ്ജസ് ഹാവ് ഓൾസോ വോയിസ്ഡ് ദാറ്റ് കൺസേൺ. ഹവർ നോ സീരിയസ് എഫേർട്ട് സീംസ് ടു ഹാവ് ബീൻ മെയ്ഡ് ടു കറക്റ്റ് ദിസ് ഇംബാലൻസ്. ഒരു മെയിൻ ഇങ്ങനെ ഈ ഒരു ജെൻഡർ ഡിസ്പാരിറ്റി ഉണ്ടാവാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് ഈ ഒരു ഓതർ പറയുന്നത് കറന്റ് കൊളീജിയൻ സിസ്റ്റം എന്നാണ് പറയുന്നത്. കറന്റ് കൊളീജിയൻ സിസ്റ്റം എന്ന് പറയുന്നത് ജഡ്ജസിനെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് അവർ മറ്റുള്ളവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ സുപ്രീം കോടതിയിൽ എന്തുകൊണ്ട് വുമൺ പാർട്ടിസിപ്പേഷൻ കുറയുന്നു എന്നതിന് കാരണം പറയുന്നത് കൊളീജിയം സിസ്റ്റമാണ്. അങ്ങനെ ഒരു കൊളീജിയം സിസ്റ്റം ഉണ്ടാകുന്ന സമയത്ത് സം സോർട്ട് ഓഫ് ഫേവറിസം ഉണ്ടാവാം. അതുപോലെ തന്നെ കൂടുതൽ മെയിൽ ഡോമിനൻ്റ് ആവുമ്പോൾ കുറച്ച് എലമെന്റ് ഓഫ് പാട്രിയാർക്കിയും അവിടെ ഉണ്ടാവാം എന്നാണ് ഈ ഒരു ജഡ്ജ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു റീഫോംസ് ആവശ്യമാണ്. സുപ്രീം കോടതി വെച്ച് നോക്കുമ്പോൾ ലോവർ കോർട്സിൽ ഹൈക്കോർട്സിലും ഡിസ്ട്രിക്ട് കോർട്സിലൊക്കെ വുമൻ പാർട്ടിസിപ്പേഷൻ കുറച്ചുകൂടി കൂടുതലാണ്, നമുക്ക് കാണാനായിട്ട് പറ്റും. 38% ലോവർ ജുഡീഷ്യറിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ നമ്പർ കൂട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ബെറ്റർ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അതുപോലെ തന്നെ ജെൻഡർ ഫ്രണ്ട്ലി ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു വുമൻസ് പാർട്ടിസിപ്പേഷൻ എന്തുകൊണ്ട് ജോലിയിൽ കുറയുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്ട്രക്ചറൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് ഈ പറയുന്ന വുമൺ സെൻട്രിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. 20% ഓഫ് ഡിസ്ട്രിക്ട്സ് കോഡ്സിൽ സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഫോർ വുമൺ തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റിപ്പോർട്ട് പബ്ലിഷ്ഡ് ബൈ സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് പ്ലാനിങ് പറയുന്നത് സുപ്രീം കോടതിയിലും ഈ പറയുന്ന ജെൻഡർ ഇംബാലൻസ് ഒക്കെ കാണുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജെൻഡർ ഇംബാലൻസ് എങ്ങനെ നമുക്ക് മാറ്റാം? അതിന് വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഓപ്പൺ ലെവൽ നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ഫോർ ജുഡീഷ്യറി അപ്പോയിൻമെൻറ്റ്സ് സിമിലർ ടു IAS ആൻഡ് IFS എക്സാംസ്. അപ്പം നമ്മൾ UPSC എങ്ങനെയാണോ IAS IPS IFS ആളുകളെ തിരഞ്ഞെടുക്കുന്നത്, ഓഫീസേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജസിനെ തിരഞ്ഞെടുക്കുന്ന രീതിയും കൊണ്ടുവരണം. ഒരു കൊളീജിയം കൂടി ആളുകളെ സെലക്ട് ചെയ്യുന്നതിന് പകരം ആളുകളെ എക്സാം വഴി അതാവുമ്പോൾ റിസർവേഷനും കാര്യങ്ങളും ഒന്നുമില്ല, അത് മെറിറ്റ് ബേസിൽ നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നടക്കുന്നത് ആളുകളുടെ ഏജ് വൈസ് അല്ലെങ്കിൽ അവരുടെ ഇയർ വൈസ് ഉള്ള എക്സ്പീരിയൻസ് വെച്ചാൽ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ മെറിറ്റ് ബേസ് ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ അടുത്ത് നവംബർ 2023 നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ജുഡീഷ്യറിയിൽ ഇങ്ങനെ വുമൻസ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരണം, അതിനൊരു ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് തുടങ്ങണമെന്നൊക്കെ പറഞ്ഞ സമയത്ത് ബാർ കൗൺസിലിൽ നിന്നും സുപ്രീം കോടതി ജഡ്ജസിൻ്റെ ഇടയിൽ നിന്നും വളരെ രീതിയിലുള്ള ക്രിറ്റിസിസം അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സജഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ നീഡഡ് ആണ്. UPSC മോഡൽ ഒരു സെലക്ഷൻ കമ്മീഷൻ കൊണ്ടുവരണമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു വേ ഫോർവേഡായിട്ട് പറയുന്നത് ആർട്ടിക്കിൾ 312
കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം പാർലമെന്റിന് ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ ഉണ്ട്. അത് വെച്ചിട്ട് പാർലമെന്റ് ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് ഡെവലപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. വൺസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ കൺട്രോൾ ഓവർ ദ ഇന്ത്യൻ ജുഡീഷ്യറി ഷുഡ് വെസ്റ്റ് വിത്ത് സുപ്രീം കോടതി. ദോസ് എലക്റ്റഡ് ഷുഡ് വർക്ക് അണ്ടർ കൺട്രോൾ ഓഫ് സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് കൺസേൺ ആസ് ദ കോസ് മേ ബി. അപ്പം നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരണം, ജെൻഡർ ഇക്വിറ്റി വേണം വർക്ക് പ്ലേസിലും ഇൻ ജുഡീഷ്യറി. അതിന് വേണ്ടിയിട്ട് എന്താണ് UPSC മോഡൽ എക്സാംസുകൾ കൊണ്ടുവരണം, ഓൾ ഇന്ത്യ ജുഡീഷ്യറി സിസ്റ്റം കൊണ്ടുവരണമെന്നാണ് ഈ ഒരു ഓർഡർ പറയുന്നത്. അതാണ് ഇപ്പം ഇത്രയും ഈ 3 എണ്ണമാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്. ദെൻ മെയിൻ ലീഡ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ന്യൂസസിലേക്ക് പോവാം. അത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ന്യൂസാണ്. TN സെറ്റപ്സ് പാനൽ ടു ബ്രിങ് ഇൻ ലെജിസ്ലേഷൻ ടു കൺട്രോൾ കാസ്റ്റ് ക്രൈംസ്. അതായത് നമുക്കറിയാം ഇന്ത്യൻ സൊസൈറ്റിയിൽ നമ്മൾ പഠിക്കുന്നതാണ് കാസ്റ്റ് സിസ്റ്റംസ്. കാസ്റ്റ് അട്രോസിറ്റീസ് കൂടുന്നതാണ്. പല സ്ഥലങ്ങളിലും ആളുകളെ തല്ലിക്കൊന്നു, ബീഫ് കഴിച്ചതിന് കൊന്നു, അതുപോലെ തന്നെ അവിടെ അൺടച്ചബിലിറ്റി, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ന്യൂസസിൽ കേൾക്കുന്നതാണ്. അപ്പം അങ്ങനെ ആ ഒരു ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തമിഴ്നാട് ഒരു പാനൽ കൊണ്ടുവരാണ് ടു കൺട്രോൾ കാസ്റ്റ് ക്രൈംസ്. അതിനകത്ത് ഫസ്റ്റ് ഇതിൻ്റെ കമ്മീഷൻ ഹെഡഡ് ബൈ റിട്ടയേർഡ് മദ്രാസ് ഹൈക്കോടതി ജഡ്ജി KN ഭാഷ അവർ അപ്പോയിന്റ് ചെയ്തു. ഇതെന്താണ്? ഇതുവഴി ഇത് വുഡ് ബി കോൺസ്റ്റിറ്റ്യൂട്ട് ടു ഹോൾഡ് വൈഡ് സ്പ്രെഡ് കൺസൾട്ടേഷൻ ആൻഡ് സബ്മിറ്റ് റെക്കമെൻഡേഷൻ ഓൺ എനാക്ടിംഗ് ലെജിസ്ലേഷൻ ടു പ്രിവെന്റ് കാസ്റ്റ് ബേസ്ഡ് ഹെയ്റ്റ് ക്രൈംസ് ആൻഡ് കില്ലിംഗ് ഓഫ് ഹൊണർ കില്ലിംഗ്. കാസ്റ്റ് ക്രൈംസ് മാത്രമല്ല, ഈ ഹൊണർ കില്ലിങ്ങും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ വേറൊരു ജാതിയിൽപ്പെട്ട ആളുകളെ, ഒരു താഴ്ന്ന ജാതിയിൽ എന്ന് പറയുന്ന ആളുകളെ കല്യാണം കഴിച്ചാൽ അവിടെയും ഹൊണർ കില്ലിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു അട്രോസിറ്റീസും കുറയ്ക്കാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനലിനെ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിനകത്ത് കമ്മീഷനിൽ ഉണ്ടാവാനായിട്ട് പോകുന്നത് കംപ്രൈസ് ലീഗൽ എക്സ്പേർട്സ്, പ്രോഗ്രസീവ് തിങ്കേഴ്സ്, എമിനന്റ് സോഷ്യോളജിസ്റ്റ്, അതുപോലെ തന്നെ എൻഗേജ് വിത്ത് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ലീഗൽ എക്സ്പേർട്സ് ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റീസ്, വിക്ടിം ടു സീക്ക് സജഷൻസ് ആൻഡ് പ്രൊവൈഡ് റെക്കമെൻഡേഷൻസ് ഒക്കെ ഇതിൻ്റെ ഭാഗം ആയിട്ടുണ്ട്. ആൻഡ് തമിഴ്നാട് CM പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the government has enabled people of all castes to become temple priests and has ensured that an oath for social justice and equality is taken every year on birth anniversary of Dr. B.R. Ambedkar and Periyar E.V. Ramaswamy. അപ്പോൾ തമിഴ്നാട്ടിലെ ടെമ്പിൾസിൽ ലോ കാസ്റ്റിൽ എന്ന് പറയുന്ന ആളുകൾക്കും ടെമ്പിൾ എൻട്രി ഉണ്ട്. അവർക്ക് അവിടെ പ്രീസ്റ്റായിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റം കൂടി കൊണ്ടുവരുന്നത് അവിടുത്തെ ആളുകൾക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എ സിവിലൈസ്ഡ് സൊസൈറ്റി കാനോട്ട് അക്സെപ്റ്റ് കില്ലിംഗ് ഫോർ എനി റീസൺ, നോട്ട് ജസ്റ്റ് കില്ലിംഗ്, ഈവൻ ഹേറ്റ്രഡ്, ഹ്യൂമിലിയേഷൻ ഓർ വയലൻസ് ഓഫ് എനി ഫോം കാനോട്ട് ബി അക്സെപ്റ്റഡ്. അതുപോലെ തന്നെ ഈ ഹോണർ കില്ലിങ്ങിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന മറ്റൊരു കാര്യമാണ് പാട്രിയാർക്കി എന്ന് പറയുന്നത്. കൂടുതലും വുമൻസിനെതിരെയുള്ള വയലൻസ് ആണ് കാണാനായിട്ട് പറ്റുന്നത്. പാട്രിയാർക്കി ഓൾസോ ഹൈഡ്സ് ബിഹൈൻഡ് ദീസ് കാസ്റ്റ് ബേസ്ഡ് ഹെയ്റ്റ് ക്രൈംസ് വിച്ച് ഡെനൈസ് വുമൻ ദ റൈറ്റ് ടു ഡിസൈഡ് ദെയർ ഓൺ ഫ്യൂച്ചേഴ്സ്. അപ്പോൾ ഇതിനൊക്കെ ഒരു തടയിടാനായിട്ട് ഈ പറയുന്ന ലെജിസ്ലേഷൻ വഴി സാധിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തേജസ് MK-1A എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റിനെ കുറിച്ചാണ്. അപ്പോൾ തേജസ് ഫൈറ്റർ ജെറ്റ്സിനെ കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ മുൻപ് നോക്കിയിട്ടിരുന്നു. പുതിയ അപ്ഡേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ഏവിയോണിക്സ് ആണ് അതിൻ്റെ പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത്. എക്വിപ്ഡ് വിത്ത് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർസ്. പുതിയ റഡാർസ്, ആക്റ്റീവ് റഡാർസ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നത് ഏതൊക്കെയായിരുന്നു? ഇസ്രയേലിൻ്റെ ELM 2025-2 അതുപോലത്തെ ACA റഡാറും നമ്മുടെ ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഉത്തം AESA റഡാറും നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നു. അതുപോലെ തന്നെ എൻഹാൻസ്ഡ് വാർഫെയർ സിസ്റ്റംസ്, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് features the unified electronic warfare suits and also included advanced self-promote jammer pod for improving survivability. അതുപോലെ തന്നെ ഇതിൻ്റെ വെപ്പൺ ക്യാപ്പബിലിറ്റി കൂട്ടി 9 ഹാർഡ് പോയിന്റ്സ് കേപ്പബിൾ ഓഫ് ക്യാരിയിങ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽസ്, എയർ ടു എയർ ഗ്രൗണ്ട് മിസൈൽസ് ആൻഡ് അഡ്വാൻസ്ഡ് ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈൽസ് ഒക്കെ ഇതിനകത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഡിജിറ്റൽ ഫ്ലൈ ബൈ വയർ സിസ്റ്റം
കൊണ്ടുവന്നു. അപ്ഗ്രേഡഡ് ഫ്ലൈറ്റ് കൺട്രോൾ കമ്പ്യൂട്ടർ ഫോർ ബെറ്റർ മാനുവബിലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. ദെൻ ഓപ്പറേഷണൽ എഫിഷ്യൻസി, റെഡ്യൂസ്ഡ് വെയിറ്റ് ആൻഡ് ഇംപ്രൂവ്ഡ് മെയിൻറ്റെയിനബിലിറ്റി അലോയിങ് ഫോർ ഫാസ്റ്റർ ടേൺ അറൗണ്ട് ടൈം ഡ്യൂറിങ് മിഷൻസ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് തേജസ് എന്താണ്, ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ഇതിൻ്റെയാണ് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. തേജസ് ആൻഡ് ട്രെയിനിങ് എയർക്രാഫ്റ്റ് HTT-40 ആർ പ്രൂഫ് ഓഫ് ദ സിനർജി എമോങ് ഗവൺമെൻറ് ആൻഡ് ഇൻഡസ്ട്രി. അക്കാദമിയ, നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ഇതിൻ്റെ ലോഞ്ചിൻ്റെ ടൈമിൽ പറഞ്ഞതാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലാഗ് ഓഫ് തേജസ് MK-1 ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്ന ന്യൂസാണ് ഇത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇത് കേരളയിലെ ഒരു ന്യൂസാണ്. അപ്പോൾ നമ്മൾ നെറ്റ് സീറോ എമിഷൻസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് നെറ്റ് സീറോ എമിഷൻ എന്ന് പറയുന്നത്. നെറ്റ് സീറോ എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറയും. ദാറ്റ് ഈസ് റിഫേഴ്സ് ടു അച്ചീവിങ് ബാലൻസ് ബിറ്റ്വീൻ കാർബൺ എമിറ്റഡ് ഇൻ ടു അറ്റ്മോസ്ഫിയർ ആൻഡ് കാർബൺ റിമൂവിങ് ഫ്രം ഇറ്റ്. നമ്മൾ ഇന്നലെ കാർബൺ ക്രെഡിറ്റിനെ കുറിച്ചൊക്കെ പഠിച്ചു. അപ്പോൾ അതിനകത്ത് വരുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമ്മൾ കാർബൺ എമിഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ കുറയ്ക്കണം. ആ ഒരു സിസ്റ്റമാണ് ഇവിടെയും വരുന്നത്. ബാലൻസ് ബിറ്റ്വീൻ കാർബൺ എമിഷൻ, അതുപോലെ തന്നെ എന്താണ്, അത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ടും നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അതാണ് നമ്മൾ നെറ്റ് സീറോ അല്ലെങ്കിൽ കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ടു അച്ചീവ് നെറ്റ് സീറോ കാർബൺ എമിഷൻ ബൈ 2017 അറ്റ് COP26 ഇൻ ഗ്ലാസ്കോ 2021. 2021 ഗ്ലാസ്കോയിലെ COP26 വെച്ചിട്ടാണ് 2070 ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് നെറ്റ് സീറോ കാർബൺ എമിഷൻസ് അച്ചീവ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ നെറ്റ് സീറോ കാർബൺ എമിഷൻ പ്രോഗ്രാംസ് ഒക്കെ എന്താണ് പ്രോഗ്രസ്സിലാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ 152 ലോക്കൽ ബോഡീസിൽ ഇതിൻ്റെ ക്യാമ്പയിൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടോട്ടൽ 152 ലോക്കൽ ബോഡീസ് ഇൻ കേരള ഈ നെറ്റ് സീറോ കാർബൺ ക്യാമ്പയിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ടു റെഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇനീഷ്യേറ്റീവ് കേരളത്തിൽ നടക്കുന്നത് ഹരിത കേരള മിഷൻ ആസ് പാർട്ട് ഓഫ് നവകേരള ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ഒരു ക്യാമ്പയിൻ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, റെഡ്യൂസിങ് എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ത്രൂ ഇൻ്റർവെൻഷൻ ഇൻ എനർജി, വേസ്റ്റ് മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചർ സെക്ടേഴ്സ് ആസ് വെൽ ആസ് ഇൻ ലാൻഡ് യൂസ് പാറ്റേൺസ്. ഇത്രയും എനർജി അതുപോലെ തന്നെ ലാൻഡ് യൂസ് പാറ്റേൺസ്, അഗ്രികൾച്ചറിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന നെറ്റ് സീറോ എമിഷൻ അച്ചീവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എനർജി എഫിഷ്യൻറ്റ് കുക്കിംഗ് അപ്ലയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2395 അംഗനവാടീസ് ഇൻ 92 ലോക്കൽ ബോഡീസ് വെയർ പാർട്ട് ഓഫ് ഈ പറയുന്ന ഫസ്റ്റ് ഫേസ് ഓഫ് എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ അങ്കണ ജ്യോതി പ്രോഗ്രാം. അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പ്രോഗ്രാമാണ് അങ്കണ ജ്യോതി പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് എന്താ ചെയ്യുന്നത്, അംഗനവാടിയിൽ നമ്മൾ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. സോളാർ ഇലക്ട്രിഫിക്കേഷൻ അംഗനവാടീസിൽ നടത്തുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത്. നമ്മുടെ കാർബൺ അക്കൗണ്ടിങ് പ്രോഗ്രസ് എന്ന് പറയുന്നത്, കാർബൺ അക്കൗണ്ടിങ് പ്രോസസ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ഇൻ 8 ഗ്രാമപഞ്ചായത്ത് അണ്ടർ ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആൻഡ് ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് ഹാൻഡഡ് ഓവർ ദ അതോറിറ്റി വിത്ത് സ്റ്റെപ്പ് ടു ബി അച്ചീവ് നെറ്റ് സീറോ കാർബൺ സ്റ്റാറ്റസ്. അപ്പോൾ നെറ്റ് സീറോ കാർബൺ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്താണ് നെറ്റ് സീറോ കാർബൺ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ട് നവകേരള ആക്ഷൻ പ്ലാനുകളുണ്ട്. അതുപോലെ തന്നെ എഫിഷ്യൻറ്റ് കുക്കിംഗ് അപ്ലയൻസുകൾ നമ്മൾ കൊടുക്കുന്നു. അംഗനവാടീസിലെ അങ്കനജ്യോതി പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് IMECനെ കുറിച്ചാണ്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ന്യൂസും കാര്യങ്ങളും. ദെൻ രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവല് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 40 വർഷമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറയ്ക്കണം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്, എന്തുകൊണ്ട് കൂടുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതൊരു ഓപ്വേഡ് ആണ് എബൌട്ട് ജെൻഡർ ഇക്വിറ്റി ഇൻ കോർട്സ്. നമ്മുടെ കോടതികളിലെ വുമൺ പാർട്ടിസിപ്പേഷൻ
കുറവാണ്. അത് എങ്ങനെ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തമിഴ്നാട് കൊണ്ടുവന്നിട്ടുള്ളൊരു ലെജിസ്ലേഷനെ കുറിച്ചാണ്. ലെജിസ്ലേഷൻ ടു കൺട്രോൾ കാസ്റ്റ് ക്രൈംസിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ പാനലിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് തേജസ് MK1A എന്ന് പറയുന്ന നമ്മുടെ ഫൈറ്റർ ജെറ്റിനെ കുറിച്ചാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നെറ്റ് സീറോ കാർബൺ എമിഷൻസിനെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യയുടെ ടാർഗറ്റ്സ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കേരള ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആഴ്ചത്തെ ന്യൂസ് ഈ ഒരു ക്ലാസ്സോടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ന്യൂസ് സെഷനുമായിട്ട് മൺഡേ ദീപാവലിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൺഡേ ന്യൂസ് ഉണ്ടാവില്ല. നമുക്ക് ട്യൂസ്ഡേ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.